അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച അഞ്ചരക്കണ്ടി പാളയത്ത് സിദ്ദീഖ് സാഹിബിന്റെ വീട്ടിൽ വെച്ച് പത്തുകാലന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്തതിനൊടുവിൽ ഭൂരിപക്ഷം അഭിപ്രായം മാനിച്ച് മഹാസംഗമം നടത്താൻ തീരുമാനിച്ചു. കൺവീനർ സ്ഥാനം സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഫൈസൽ സാഹിബിനെ എല്ലാവരും കൂടി ഏകസ്വരത്തിൽ കൺവീനറായി പ്രഖ്യാപിച്ചു. പിന്നീട് സംഗമത്തിനായുള്ള ഒരുക്കങ്ങളായിരുന്നു. ആദ്യമായി ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പത്തുകാലം പായന്റെ വളപ്പിൽ ബാബു ഫഹദിന്റെ വീട്ടിൽ വെച്ച് നടന്നു. പല ചർച്ചകൾക്കൊടുവിൽ നല്ല തീരുമാനങ്ങൾ ഉടലെടുത്തു. പിന്നീട് എടക്കാട് പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് അതിവിപുലമായ മീറ്റിംഗ് നടന്നു. അഞ്ചരക്കണ്ടി മുതൽ പല നാടുകളിൽ നിന്നും 200ഓളം ആളുകൾ പങ്കെടുത്തു. എന്ത് ത്യാഗം സഹിച്ചും മഹാസംഗമം വിജയിപ്പിക്കുമെന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 12 ഞായറാഴ്ച അഞ്ചരക്കണ്ടി നാസർ സാഹിബിന്റെ വീട്ടിൽ വെച്ച് മറ്റൊരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു. ശാഖാ മീറ്റിംഗ് നടത്തുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ചും തറവാട് വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനെക്കുറിച്ചും മഹാസംഗമത്തിന് ക്ഷണിക്കേണ്ട അതിഥികളെക്കുറിച്ചും ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. 11/10/25 ആദ്യ ശാഖാ സംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കണ്ടത്തിൽ ശാഖ വിപുലമായ ഒരു ശാഖാ സംഗമം നടത്തി. 19/10/25 ബത്തയിൽ ശാഖയും തറമൽ ശാഖയും കൂട്ടായ്മ നടത്തി. 23/10/25 വളയിൽ പത്തുകാലൻ ശാഖാ സംഗമം നടന്നു. 25/10/25 പായന്റെ വളപ്പിൽ ശാഖാ സംഗമം നടന്നു. 26-ാം തീയതി തെക്കേൽ ശാഖാ സംഗമം അതിവിപുലമായി നടന്നു. അന്നത്തെ സംഗമത്തിൽ നെയ്യ് മൂസ സാഹിബ് പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ 2 പേർക്ക് സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. നവംബർ 1-ാം തീയതി വയനാന്ത ശാഖാ സംഗമം നടന്നു. നവംബർ 2-ന് 7 ശാഖാ സംഗമങ്ങൾ നടന്നു. അഞ്ചരക്കണ്ടി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ, നടുവിലെടുത്ത്, വാഴയിൽ, മേച്ചിറ, ഒടയോറക്കണ്ടി, കൂടക്കൽ എന്നീ 5 ശാഖകളും അഞ്ചരക്കണ്ടിയിൽ തന്നെ കോടിക്കണ്ടി ശാഖാ സംഗമവും നടന്നു. അന്ന് തന്നെ നടാൽ നാണാർത്ത് ചാത്തോത്ത് സംഘവും നടന്നു. 9/11/25 നാണാർത്ത് പുതിയ പുരൽ സംഘവും ബത്തയിൽ സെക്കിയ ശാഖയിൽ സംഘവും നടന്നു. 16/11/25 മേലക്കണ്ടി ശാഖാ സംഗമം മട്ടന്നൂർ രാര ആഫീസ് ഓഡിറ്റോറിയത്തിൽ വിപുലമായി തന്നെ നടത്തി. നാണാർത്ത് നല്ല വീട്ടിൽ ശാഖാ സംഗമവും നടന്നു. നാണാർത്ത് ചാത്തോത്ത് ശാഖാ സംഗമം സ്റ്റേജ് ഡെക്കറേഷനിലും മറ്റും മികച്ച നിലവാരം പുലർത്തിയിരുന്നു. 29/11/25 പത്തുകാലൻ കല്ലാടത്ത് ശാഖാ സംഗമം മട്ടന്നൂർ രാര ആഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പത്തുകാലൻ ആലയുള്ള വളപ്പ് ശാഖാ സംഗമം നടത്തിക്കൊണ്ട് ശാഖാ സംഗമങ്ങൾക്ക് പരിസമാപ്തിയായി. കോടിക്കണ്ടി ശാഖയുടെ അഞ്ചരക്കണ്ടിയിലെ വീട്ടിൽ വെച്ച് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു. എല്ലാ ശാഖാ സംഗമങ്ങളിലും ജനറൽ കൺവീനർ അടക്കമുള്ള പല എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ ദുബായ്, ഷാർജ, സൗദി അറേബ്യ, മസ്കറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലും വളരെ ആവേശത്തോടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗുകൾ നടന്നു. സംഗമത്തിന് മുന്നോടിയായി യുവതലമുറയെ ഉണർത്തി കൂടെ കൂട്ടുവാനും വിരസത വിട്ട് കുടുംബത്തോടടുക്കുവാനും സെവൻസ് ഫുട്ബോൾ മത്സരവും ക്രിക്കറ്റ് മത്സരവും നടന്നു. മത്സരങ്ങൾക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. എല്ലാറ്റിനുമുപരി പാത്ത് എന്ന നാമത്തിൽ യോഗ്യമായ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിച്ചതിന്റെ ഉദ്ഘാടനം പയ്യാമ്പലം മർമറ റിസോർട്ടിൽ വെച്ച് ഗംഭീരമായി നടത്തി. ഇതിനിടയിൽ വനിതകളുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗുകളും നടക്കുന്നുണ്ടായിരുന്നു. സംഗമ വിജയത്തിനായി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ച വനിതാ വിങ്ങിനെ അഭിനന്ദിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പരിസമാപ്തി എന്നോ മഹാസംഗമമെന്നോ പേരെടുത്ത് പറയാൻ മഹാസംഗമ ദിനം നമ്മുടെ മുന്നിൽ വന്നെത്തി. അതിവിശാലമായി അണിയിച്ചൊരുക്കിയ സംഗമ പന്തലിൽ 9 മണി മുതൽ തന്നെ പത്തുകാലന്മാർ ഒഴുകിയെത്തി. കാലത്ത് മുതൽ രാത്രി പരിപാടി കഴിയുന്നതോടെ ക്ഷമയോടെ സംഗമ പരിപാടികൾ ആസ്വദിച്ച് ഇരുന്നവരേറെയാണ്. പല കല്യാണങ്ങളൊക്കെ ഉള്ളതിനാൽ സംഗമ ഹാളിലേക്ക് വന്ന് സാന്നിധ്യം അറിയിച്ച് സന്തോഷം പങ്കിട്ട് തിരിച്ചു പോയവരുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും ദൂരദിക്കുകളിൽ നിന്നും വന്നെത്തിയവരുണ്ട്. പത്തുകാലൻ പായന്റെ വളപ്പ് ശാഖയിലുള്ള പാലക്കാട് ടീം വൈകുന്നേരം 4:30 മണിക്കാണ് എത്തിയത്. ഇത് തന്നെയാണ് നമ്മുടെ സംഗമ വിജയത്തിന്റെ രഹസ്യവും. പ്രധാനമായും സംഘം നിശ്ചയിച്ചത് മുതൽ എല്ലാവരും ഗ്രൂപ്പിലും പള്ളികളിലും വീടുകളിലും വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനകൾ പടച്ചവൻ സ്വീകരിച്ചു. നമ്മുടെ സംഗമത്തിന്റെ നിയന്ത്രണം അവൻ ഏറ്റെടുത്തു. അവൻ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിഘടനവാദികൾ വന്നാലും എന്ത് കിംവദന്തികൾ പ്രചരിപ്പിച്ചാലും ഒന്നും പ്രതിഫലിക്കില്ല. എല്ലാം മംഗളമായി കഴിഞ്ഞതിന് ശേഷം കുത്തുവാക്കുകൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അണിയറയിൽ പ്രവർത്തിച്ച പലരും മുഖം കാണിക്കാനായി വന്നിട്ടില്ല. കുടുംബബന്ധത്തിന്റെ കെട്ടുറപ്പും ഐക്യവും സ്നേഹവും മാത്രം പ്രതീക്ഷിക്കുന്നവരാണവർ. വിജയിപ്പിച്ച എല്ലാ കുടുംബക്കാർക്കും സ്നേഹാഭിനന്ദനങ്ങൾ. പടച്ചവൻ സ്വീകരിച്ച സൽപ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.